വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. രാവിലെ എലിക്കുട്ടിയമ്മ എണീറ്റ് വന്നിട്ടുണ്ട്. എലിക്കുട്ടിയമ്മ എണീറ്റ് രാവിലെ നടക്കുന്നുണ്ട്. ഇന്നലത്തെ വൈകിട്ട് 1 മണിക്ക് ഒക്കെയുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കിടന്ന എലിക്കുട്ടിയമ്മയാണ്. ഇതിപ്പോൾ രാവിലെ ആരാ ഇരിക്കുന്നത്? ആരാ അറിയത്തില്ലേ? ആരാന്ന് ചോദിച്ചേ? രാവിലെ നമ്മുടെ തിന്നാൻ വന്നിരിക്കണ അതിനകത്തിനും ചോദിച്ചു. നമ്മുടെ തിന്നാൻ വന്നിരിക്കുന്ന അതിനകത്തിനാന്ന് ചോദിക്കാനേ. പരിചയമുണ്ടോ നോക്കിയേ. തിരിയൊക്കെ ഇരിക്കുന്നു. നമുക്ക് രാവിലെ പരിചയമുണ്ടോ നോക്കിയത് ആരാന്ന്? ചിരിക്കുന്നുണ്ടല്ലോ. എന്നോട് പറഞ്ഞു ആരാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട്. അതിനാ ചെരുപ്പൊക്കെ ഇട്ട് മിടുക്കി കുട്ടിയായി. ചക്കപ്പുഴുക്കുണ്ട്. വേണോ? കഞ്ഞി വേണോ? കഞ്ഞി വേണോ? കഞ്ഞിയൊന്നും എനിക്ക് വേണ്ട. എന്നാ കുമ്പളപ്പം വേണോ? കുമ്പളപ്പം വേണോ? മൂല പുഴുങ്ങിയത്. എന്നാ അതെടുത്ത് വെക്കാം കേട്ടോ. എന്നാ പല്ല് തേച്ചിട്ട് വാ. പല്ല് തേച്ച് വെച്ചേക്കാം. പല്ല് തേച്ച പൽപ്പൊടി വന്നിട്ടുണ്ട്. ആരെയാ തോർത്ത്? എലിക്കുട്ടിയമ്മയുടെ തോർത്തല്ലേ? എലിക്കുട്ടിയമ്മയുടെ തോർത്താ, പൊതച്ചോണ്ടിരുന്ന തോർത്താ. അല്ലല്ല, അത് എലിക്കുട്ടിയമ്മ പൊതച്ചോണ്ടിരുന്ന തോർത്താണ്. ഇപ്പം അത് തലേണെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. പുതക്കണ കാര്യം മറന്നുപോയി. ചെരിപ്പെടുന്ന കാര്യം മറന്നു പോണ പോലെ തന്നെ. എന്നാ പല്ല് തേച്ചോ. പല്ല് തേക്കെ. ഇത് കഴിക്കുന്ന സമയം കഴിഞ്ഞു പോയതാണ്. പല്ല് തേക്കെ, എന്നിട്ട് നമുക്ക് കഴിക്കാനുള്ള. പല്ല് തേക്കണ സമയത്ത് ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ഇഷ്ടവസപ്പൊക്കെ സ്വർഗത്തിലല്ലേ? ഇല്ല, ഇവിടെ വന്നിട്ടൊന്നുമില്ല. ഇല്ല. അമ്മ എപ്പോഴും അവരെ വിളിച്ചോണ്ടിരിക്കുമല്ലേ? അമ്മ എപ്പോഴും അവരെ വിളിച്ചോണ്ടിരിക്കുമല്ലേ? അമ്മ എപ്പോഴും അവരെ വിളിക്കുമല്ലേ? എല്ലാ ദിവസവും രാത്രിയും പകലും. 3 വരുന്നില്ലേ? കുറെ വിളിച്ച് നോക്ക്, ഇപ്പോൾ വരുമായിരിക്കും. എന്നും ആൾക്കാരുടെ കൂടുതലായിരിക്കും. സമ്മതിക്കാനായിരിക്കും. അതായിരിക്കും. വരാൻ സമ്മതിക്കലാഞ്ഞിട്ടാണോ? പക്ഷെ അമ്മ എന്നും വിളിക്കുന്നുണ്ടല്ലോ. അമ്മ ദിവസം 3-4 നേരം വിളിക്കുന്നുണ്ട്. വൈകിട്ട് വെളുപ്പാങ്കാലത്തും ഒക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ടും വരുന്നില്ലേ? അതെന്നായിരിക്കും? വരുമായിരിക്കും കേട്ടോ. അവർ വരണമെന്നില്ല, അവർ കാത്തു പരിപാലിച്ചാൽ പോരെ. അവർ വരണമെന്നില്ലല്ലോ, കാത്തു പരിപാലിച്ചാൽ പോരെ. അവർ വരണമെന്നില്ലല്ലോ, കാത്തു പരിപാലിച്ചാൽ പോരെ. കാത്തേ പരിപാലിച്ചാൽ പോരെ. അവർ വരണമെന്ന് നിർബന്ധമുണ്ടോ? കാത്ത് പരിപാലിച്ചാൽ പോരെയെന്ന്. എലിക്കുട്ടീനെ, എലിക്കുട്ടിയമ്മനെ അവർ കാത്ത് യൗസേപ്പിതാവ് മാതാവൊക്കെ കാത്ത് പരിപാലിച്ചാൽ പോരെ. കാത്ത് പരിപാലിച്ചാൽ പോരെ. പോരെ. വണ്ണെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ചായ കുടിക്കാൻ വാ. വാ, ചായ കുടിക്കാൻ വാ. വാ, ഇപ്പൊ വിളിച്ചു കേട്ടില്ലേ? എണീറ്റ് വാ. വെള്ളം കുടിച്ചില്ലേ? എലിക്കുട്ടിയമ്മ വെള്ളം കുടിക്കുന്നില്ലേ? ഇപ്പം വെള്ളം കുടിക്കുന്നില്ലേ? വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കില്ലേ പരിപാടി പാടും ഇനിയും. ഇപ്പൊ തന്നെ ആ പാടെ മുരങ്ങലും ഞരങ്ങലും ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. മുക്കലും അതുണ്ടെന്നേ. അത് ഈ കാലാവസ്ഥയും ചൂടും എല്ലാം കൂടെ ആയില്ലേ? ചൂടിന്റെ ഒരു വിഷയം എല്ലാം ഉണ്ട് അമ്മയ്ക്കും. ചൂടാറട്ടെ, ഫാനിട്ടിട്ടുണ്ട്. ചൂടാറിയിട്ട് കുടിക്കാം. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചോ?
എന്നാ ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചോ? ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചായിരുന്നോ? എന്നാ ഉച്ചയ്ക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഉച്ചയ്ക്ക് കഞ്ഞി അതേതാണ്ട് ചോദിക്കുന്നുണ്ട് പറയാ, അല്ലെ പിന്നെ പിന്നെ ചോദിച്ചോണ്ടിരിക്കും. ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ചായിരുന്നോന്നാ ചോദിച്ചേ. ഇല്ലെന്നേ. അതിനെ കുടിക്കാൻ ഞാൻ തന്നില്ലേ? തന്നില്ല. തന്നില്ലേ? ആഹാ, അത് കൊള്ളാലോ. എന്നെ കിട്ട് നോക്കി തരാൻ ആരുമില്ല. ഇവിടെ ആരും ഇല്ലേ തരാൻ? ഇവിടെയുള്ളവരൊക്കെ ഇല്ലേ പോയി തരാനുള്ളവരൊക്കെ? ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി? അവരൊക്കെ ഓരോ വഴിക്ക് പോയെന്ന് തോന്നുന്നു. ആഹാ, ഇവിടെ ആരുമില്ല. ആരുമില്ലല്ലേ? കഷ്ടം. അതുകൊണ്ട് എലിക്കുട്ടിയമ്മ കഴിച്ചില്ല. അതുകൊണ്ട് എലിക്കുട്ടിയമ്മ കഴിച്ചില്ല. അല്ല, ഇപ്പൊ ചായ ആരായിരിക്കും തന്നത്? ഇപ്പൊ ചായ ആരായിരിക്കും തന്നത്? എന്താ എലിക്കുട്ടിയമ്മേ? കഞ്ഞി തരാൻ ആളില്ല, പോട്ടെ. ഇപ്പൊ ചായ ആരാ തന്നത്? ചായ ഇപ്പം തന്നത് ആരാ? ആരാന്ന് അറിയത്തില്ല. ആരോ ഒരാൾ ഇവിടെ കൊണ്ട വെച്ചു അല്ലേ? അമ്മ എടുത്ത് കുടിക്കുക. എല്ലാവർക്കും അവർക്ക് കുടിക്കാൻ കൊടുത്ത് അവർ തന്നായിരിക്കും. ഓ, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതും അല്ല, അവർക്ക് കുടിക്കാൻ കൊടുത്തത് തന്നതായിരിക്കും. അത് കൊള്ളാം. എങ്ങനെയും കുടിച്ചാ മതി. എങ്ങനെയും കാര്യം നടന്നാ മതിയല്ലോ. ഇങ്ങനെ കിട്ടിയാ മതി. അങ്ങനെ കിട്ടിയാ ഇങ്ങനെ കിട്ടിയാ മതി. പിന്നെ ചോറൊക്കെ എടുത്ത് ഉണ്ടാൻ പോരായിരുന്നോ? കഞ്ഞി ഉച്ചയ്ക്ക് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. കഴിക്കായിരുന്നല്ലോ, തന്നെ കഴിച്ചാൽ മതിയായിരുന്നല്ലോ. ആരും തരാനല്ലോ പറയണതാണേ. എടാ, ആരും ഒന്നും തരികയല്ല, നിനക്ക് വേണമെങ്കിൽ പോയി എടുത്ത് കഴിച്ചോ. ആരോടും ഒന്നും ചോദിക്കാനും എടുക്കാനും ഒന്നും നിക്കണ്ട. വിവാൻ അവിടെ ഇരിക്കുമ്പോഴേ അവനിപ്പം കഞ്ഞി വേണ്ടെന്ന് പറയും. എന്നിട്ട് ഞാൻ കുടിക്കാം, ഒരു വിശക്കുമ്പോ കഴിച്ചാൽ മതിയല്ലോ. അപ്പൊ അമ്മ തന്നെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കേ ഇച്ചിരി മുമ്പുള്ള നാളത്തെ കാര്യങ്ങളാ പറയണത്. അന്നേരം പറയണ, വിവാനോട് പറയണ. പേരിക്കുട്ടിയമ്മയ്ക്ക് തന്നെ പോയി എടുത്ത് കഴിച്ചാൽ മതിയായിരുന്നു തരാഞ്ഞപ്പം. അത് കഴിയാലല്ലേ? അതൊക്കെ പഴയ കാരണന്മാരായിരിക്കാം. ആണോ? അങ്ങനെയൊക്കെ തന്നെ. പുതിയ തലമുറയൊന്നും തരില്ലെന്നാണോ പറഞ്ഞു വരുന്നേ? അതല്ലേ? പക്ഷെ കഷ്ടം. പുതിയ പിള്ളേരൊന്നും എടുത്ത് തരികയല്ലേ? വേണമെങ്കിൽ പോയി എടുത്ത് കഴിച്ചോണം. അത് ശരിയല്ലല്ലോ. കാരണവന്മാർ കഴിഞ്ഞില്ലേ മറ്റുള്ളവരുള്ളൂ അല്ലേ? കാരണവന്മാർ കഴിഞ്ഞില്ലേ മറ്റുള്ളവരുള്ളൂ. തന്നില്ലെന്ന് പറയരുത്. പ്രായമായവർക്ക് വേണം ആദ്യം കൊടുക്കാന്നാണ് ഞാൻ പറയണേ. അല്ലേ എലിക്കുട്ടിയമ്മേ? അല്ലേ? പ്രായമായവർക്ക് വേണം ആദ്യം കൊടുക്കാൻ. അമ്മ എപ്പോഴും പറയുന്ന, പണ്ട് പറഞ്ഞ കേട്ടിട്ടുണ്ട്, പ്രായമായവർക്ക് കൊടുക്കണം, പിന്നെ പിള്ളേർക്ക് കൊടുക്കണം. പിള്ളേർക്കും പ്രായമായവർക്കും പിടിച്ചിരിക്കാനായിട്ട് പാടാണല്ലോ. ഭക്ഷണം ചെന്നില്ലേ? ഇടവട്ടത്തിലുള്ളവർക്ക് ആരോഗ്യമുണ്ടല്ലോ. അതാണ് അമ്മ പറയാൻ കഴിയും. ഇടവട്ടത്തിലുള്ളവർക്കാണ് ആരോഗ്യം ഇല്ലാത്തത്. അവരാണ് ഒന്ന് വീശുമ്പോഴേ താഴ്പ്പോ. ഇടവട്ടത്തിലുള്ളവർക്ക് പണ്ടുള്ളവർ പണിതുകൊണ്ടിരുന്ന പോലെയുള്ള പണിയില്ലല്ലോ അല്ലേ? പണിയില്ലാത്തത് കൊണ്ടാണോ ആരോഗ്യം ഇല്ലാത്തത്? ആരോഗ്യമില്ലാതെയാണോണ്ട്? അയ്യോ, എനിക്കറിയത്തില്ല. ആണോ? എല്ലാരും ഒന്ന് കമന്റ് ചെയ്തേ. പണിയില്ലാത്തത് കൊണ്ടാണോ ആരോഗ്യം ഇല്ലാത്തത്? എനിക്ക് അത് തോന്നുന്നില്ല. എക്സർസൈസുകളൊന്നും അതൊന്നുമല്ല, ജീവിതശൈലി മാറി. ഒരു കുഴപ്പമില്ല. അത് തന്നെ, അധ്വാനിച്ചോണ്ടിരുന്ന ഒരു കുഴപ്പമില്ല. അധ്വാനം കുറഞ്ഞു പോയി. അധ്വാനം കുറഞ്ഞായാലും കാശുണ്ടാക്കുന്നുണ്ടല്ലോ. കാശ് കൊണ്ട് കാര്യമില്ലല്ലോ. കാശ് കൊണ്ടിപ്പോ ആരോഗ്യത്തിനാണ്. ചുമ്മാ പറമ്പിൽ പോയി കിടന്ന് പണിതിട്ട് ഒന്നും കിട്ടാനില്ലാതിരിക്കുന്നേക്കാളും വേഗം പണിയെടുത്താ വല്ലതും കിട്ടുന്നത് പണിയെടുത്താ പോരെ. ജോലി ചെയ്യുന്നതല്ലേ, കഷ്ടപ്പാടല്ലേ എല്ലാരും. പിന്നെ എന്തിനാ മക്കളെ പഠിപ്പിക്കാൻ, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ, നഴ്സിംഗ് പഠിപ്പിക്കാൻ, മറ്റു കാര്യങ്ങൾക്കൊക്കെ മാതാപിതാക്കൾ വിടുന്നത് എന്തിനാ? അങ്ങനെയുള്ള ഒരു ഇതില്ലായിരുന്നു. എന്ന് വെച്ചാൽ പണം ഇല്ലായിരുന്നു. ഈ പറമ്പിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്നാ ഉണ്ടായിരുന്നു? എന്നാ വേണ്ടായിരുന്നു? പറമ്പിൽ കിടന്ന് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഇച്ചിരി തിന്നാനുണ്ടാക്കുക എന്നുള്ളത്, വല്ല ഇച്ചിരി തുള്ളി പറക്കി വെക്കാന്നുള്ളതല്ല, വേറെ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞത് ജോലി ചെയ്യാതെ ഇരിക്കുന്ന ഉണ്ടാക്കി വെച്ച് പോരാഞ്ഞിട്ടാ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു നേരത്തെ മുതൽ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ജോലി ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാർക്കാണ് അസുഖം കൂടുതലെന്നാ പറഞ്ഞത്. ജോലി ചെയ്യാതിരിക്കാന്ന് പറഞ്ഞാൽ കായികാധ്വാനം കുറഞ്ഞു. അതാണ്, കായികാധ്വാനം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ലായിരുന്നു. അസുഖങ്ങൾ കുറയുന്നതിന്റെ കാര്യം. കായികാധ്വാനമുള്ള ജോലികൾ ഇന്ന് ആരാ ചെയ്യുന്നത്? ഹിന്ദിക്കാരല്ലാതെ ആരാ ചെയ്യുന്നത് ഇവിടെ? മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങളുള്ളത്. അത് അശ്രദ്ധിക്കുക. അവർക്ക് കാശുണ്ട്, അതുകൊണ്ടാ. മക്കളൊക്കെ വിദേശത്തായി, അതുകൊണ്ട് ജോലിയായി, കാശായി.
പിന്നെ അവർക്ക് എന്തിനാ അധ്വാനിക്കുന്നത്? എന്തിനാ അവര്? ഇപ്പോൾ അധ്വാനിക്കുന്ന മുഴുവൻ ഹിന്ദിക്കാരാണ്. ഒരു മലയാളി അധ്വാനമുള്ള ജോലി ചെയ്യുന്നുണ്ടോ? അപ്പോൾ മലയാളികൾക്കായി അസുഖം കൂടുതലും, ജോലികൾ കുറഞ്ഞു. കാരണം അനങ്ങാതിരിക്കുന്നതനുസരിച്ച് ചെയ്യാതിരിക്കുന്നതനുസരിച്ച്. എന്റെയാ അല്ല, ജോലി ചെയ്തോണ്ടിരിക്കണം മക്കളാക്കും. അമ്മയുടെ ജോലി ചെയ്യുന്ന മക്കളൊക്കെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് ജോലി ചെയ്യുന്ന മക്കളൊക്കെ ഉണ്ടോ? ഇല്ലേ? കാണും. കുട്ടമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? രണ്ടെണ്ണം തുറന്നു ജോലി ചെയ്യുന്നത്. എത്ര മക്കളുണ്ട്? 3-4 4 ഉണ്ടല്ലേ? ജോലി ഇല്ലാത്തതുണ്ടോ? ജോലി ഇല്ലാത്തത് വല്ലതും ഉണ്ടോ? ജോലി ചെയ്യുമ്പോൾ ജോലി ഉണ്ടാവും. അതന്നെ, ജോലി ചെയ്യുമ്പോൾ ജോലി ഉണ്ടാവും. അത് കറക്റ്റാ. അമ്മയുടെ ഓർമ്മയിലുണ്ടോന്ന് അറിയാനാ. ജോലി ഇല്ലാത്ത, ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ലാത്ത മക്കളുണ്ടോ അമ്മയ്ക്ക്? പിന്നെ ഉണ്ടോ? പിന്നെ അതാരാ ഒന്ന് പറയാവോ? ഓർക്കുമെന്ന് അറിയട്ടെ, ഓർമ്മയുണ്ടോ നോക്കട്ടെ. ഓർമ്മ വരുന്നുണ്ടെന്നറിയാൻ ചോദിക്കുന്നത്. പുല്ലില്ല, ഭയങ്കര ചൂടാ. ഇപ്പൊ മഴക്കാലം കിടച്ചതല്ല, മൊത്തം കരിഞ്ഞു പോയതാ. ഇല്ല, എല്ലാം തലപ്പില് കരിച്ചതാ, കരിച്ച പോലെയായി, പോലെയായി. വെയില് കൊണ്ട് കരിഞ്ഞു പോയതാ. മഴക്കാലം കയറുന്നുണ്ട്, വെയ്യോന്ന് അറിയത്തില്ല. പുകച്ചില് കുറവാ. ഇന്ന് ഇച്ചിരി ചൂടിന് എന്ന് വെച്ചാൽ കാടിനും കുറവായിരുന്നു വെയിൽ കൊണ്ടിട്ട്. ഫാൻ വേണമെന്നില്ലായിരുന്നു. പക്ഷെ മഴക്കാലം കയറുന്നുണ്ട്. വൈകിട്ട് തന്നെ ആവിയാവുമെന്ന് അറിയത്തില്ല. വൈകിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഇപ്പൊ പഴയ ഈ കാരണന്മാരെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ആരോഗ്യം ഉണ്ട്, ആയുസുണ്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അവരെ അന്നത്തെ കഠിന അധ്വാനങ്ങൾ കൊണ്ടാണ്. എനിക്ക് മതി. എന്നാ ചായ കുടിച്ചോ? ചായ കുടിച്ചു. എനിക്ക് മതി. ചായ എടുത്തോടി. അന്ന് ഉരലിനകത്തിട്ട് അരി വരെ ഇടിച്ച് പൊടിച്ചു കൊണ്ടായിരുന്നു ഉണ്ടാക്കാനായിട്ട്. പൊടിച്ചതൊക്കെ ഞാൻ അരി ഇടിച്ചിട്ടുണ്ട് ഉരലിലിട്ട്. അല്ല, ആര് നമ്മുടെ ആരും ഇത് കഴിഞ്ഞപ്പിന്നെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇടിച്ചിട്ടുണ്ട്. അരി ഇടിച്ചിട്ട് അന്ന് പലഹാരം ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. വിശേഷ ദിവസങ്ങൾ വരും. പള്ളിയിലെ തിരുനാളിന്, ഈസ്റ്റർ, ക്രിസ്മസിന്, ഈ 3 ദിവസങ്ങളിലേ ഉള്ളൂ നമ്മൾ പലഹാരം ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി കപ്പയായിരിക്കും, അല്ലെങ്കിൽ ചക്കയായിരിക്കും, കഞ്ഞിയായിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഉണക്കക്കപ്പയും പുഴുങ്ങി വെച്ച് രാവിലെ പണിക്ക് പോകുമ്പോഴത്തേനും ഉണക്കക്കപ്പയും കഞ്ഞിയും കുടിക്കും. വൈകുന്നേരം വരുമ്പോഴും അതുപോലെ തന്നെ. അന്ന് ഇതെല്ലാം ഇടിച്ച് പൊടിച്ചൊക്കെ എന്ത് പണി പാടുന്നിട്ടുണ്ട്. പക്ഷെ അതൊരു സന്തോഷമായിരുന്നു അന്ന്, അപ്പം ചുടിയിലും അല്ലേ. ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. എല്ലാ സൗകര്യങ്ങളായപ്പോൾ ആൾക്കാർക്ക് അതിനനുസരിച്ച് ജോലികൾ കുറഞ്ഞു, അതിനനുസരിച്ച് അസുഖങ്ങൾ കൂടിക്കൂടി വന്നു, പ്രകൃതിക്ക് തന്നെ മാറ്റം വന്നു. അല്ലേ എലിക്കുട്ടിയമ്മേ? എലിക്കുട്ടിയമ്മയെല്ലാം കാലാക്കി ഭക്ഷണം ചുവന്നോട്ട് പാടത്ത് പോകണമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ പറമ്പിലെ ഇഞ്ചി നടന്ന പറമ്പിലോ കപ്പ നടന്ന പറമ്പിലോ ഒക്കെ ഈ കാപ്പിയായിട്ട് പോകണമായിരുന്നു. ഞാൻ വന്നു കഴിഞ്ഞ് പാലെടുക്കാൻ വേണ്ടി അങ്ങ് പറമ്പ് വരെ ഞാൻ പോയിട്ടുണ്ട്. വേറെ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. അമ്മ സ്ഥിരം പോയി പാലെടുത്തോണ്ടിരുന്ന അവിടെ. ഓ, ഇച്ചിരി കഴിഞ്ഞ് കിടന്നാൽ ഇത്ര കിടന്നായിരുന്നു. ചായ കുടിക്കും. ചായ കുടിക്കാൻ ഇച്ചിരി ഉള്ളൂ. ചായ കുടിച്ച് തീർക്ക്. അങ്ങനെ എല്ലാവരും വെല്ലുമിച്ചയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പറമ്പിൽ കിടന്ന് രാവിലെ മുതൽ പണി കൊടുത്തിട്ടില്ല. നമ്മുടെ ചേർത്തി, മൂത്ത ചേർത്തി ഏറ്റവും കൂടുതൽ അവിടുത്തെ പറമ്പ് വഴിയല്ലേ ഞങ്ങളും പോകുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ വെല്ലുമിച്ചിയുടെ കൂടെ ഇഞ്ചി നടാനൊക്കെ ആയിട്ട്. ഞാൻ കഴിക്കോളാം. അങ്ങനെ അമ്മയ്ക്ക് മേലാതെ വന്ന പിന്നെ അങ്ങനെ പാത്രം കഴുക്കൊന്നും ഇല്ല കേട്ടോ. ഞാൻ തന്നെയാ കഴിയുന്നത്. അങ്ങനെ മേലെന്ന് എനിക്കറിയാം ആൾക്ക്. കഴിയാൻ തന്നെ പോകുന്നില്ലല്ലോ. പിന്നെ അത് തന്നെയല്ല, പകുതി കഞ്ഞി കുടിച്ച് കഴിയുമ്പോൾ അറിയുമ്പോൾ എനിക്ക് കിടക്കണം. ചില ദിവസങ്ങളിലേ ഉള്ളു മുഴുവനായിട്ട് കുടിച്ചിങ്ങ് തരുന്നുള്ളൂ. ക്ഷീണത്തിലോട്ടായിപ്പോയി. ഗ്യാസിന്റെ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിലും ഗ്യാസിന് വലിയ കുറവ് കാണിക്കുന്നുമില്ല. വേണോ ബിസ്ക്കറ്റ്? വേണോ 2 ചായ തീർന്നോ? 2 തരട്ടെ? നിന്നെ പിള്ളേരൊന്നും ഇല്ല. ഇപ്പൊ ഇത് നിന്നെ പിള്ളേരിപ്പോ എലിക്കുട്ടി മാത്രമേ, എലിക്കുട്ടി കൊച്ചു മാത്രമേ ഇത് തിന്നുന്നുള്ളൂ. ബാക്കി ഒരു പിള്ളേരൊന്നും ഇത് തിന്നിയില്ല. ഇപ്പോൾ ഉള്ള പിള്ളേർ എലിക്കുട്ടി കൊച്ചാണ്. ബാക്കിയുള്ളതൊന്നും തിന്നിയില്ല. പണ്ട് ബിസ്ക്കറ്റ് ഭ്രാന്തന്മാരൊക്കെ ആയിരുന്നു. അതെ, ഒരു പാക്കറ്റ് ഒക്കെ മേടിച്ചു വെച്ചാൽ തീരുന്ന കണക്ക്. ഇപ്പൊ ഒന്നും വേണ്ട.
ആ കാലം കഴിഞ്ഞു പോയി പിള്ളേർ. മധുരം കുറവുള്ള ബിസ്ക്കറ്റാ അല്ലേ? മധുരയില്ല. ആരോ റൂട്ടാ. ആരോ റൂട്ടാണ്, ആരോ റൂട്ട്. ചായ കുടിച്ച് തീർന്നോ? ഇതിനകത്തുണ്ടോ? കപ്പിനകത്തുണ്ടോ? ആ ഇതിനകത്ത് ചായ ഇരിക്കും. അയ്യോ ഇത് കുടിക്കും, ചായ കുടിക്കും. പൊടിയൊക്കെ ഇട്ട ചായല്ലേ, നല്ല ടേസ്റ്റി ആയിട്ട് ഇട്ടിരിക്കുന്നല്ലേ. എനിക്ക് വേണ്ടെന്ന്. അമ്മ തന്നെ തിന്നോ? അമ്മ തിന്നോ? അത് തിന്നോ? കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇപ്പം ഏറ്റ് നടക്കണ്ടേ? അമ്മ ഉണ്ടല്ലോ, ഇതിനകത്തുണ്ട്. ഉണ്ടോ? അതും കൂടെ കുടിക്കും. അമ്മ തന്നെ പറയണത് അങ്ങ് കിടത്തരുതേ കിടത്തരുതേന്ന്. കിടന്നു പോയാൽ ആര് നോക്കാനുണ്ട്? ആഗ്രഹം അങ്ങനെയാ, കിടത്തരുതേന്നാ. അല്ല അമ്മ അയ്യോ കിടന്നു പോയാൽ ആര് നോക്കാനുണ്ടെന്ന് ഇടയ്ക്ക് ചെയ്തു പറഞ്ഞേക്കാം. അയ്യോ കിടന്നു പോയാൽ ആര് നോക്കാനുണ്ടെന്നൊക്കെ. അതെല്ലാവരുടെയും മനസ്സിലുള്ളത്, എന്റെ മനസ്സിലുണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ടത്. ആര് നോക്കുന്നു? അല്ല വിദേശത്തൊക്കെയാണ് പിന്നെ ഗവൺമെന്റ് നോക്കിക്കോളും. എന്നാ ചെയ്യാനാ അല്ലേ? നമുക്ക് ആദ്യ ആര് നോക്കും, ആര് നോക്കും. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഉണ്ടാക്കി വെക്കും. ആ ഗവൺമെന്റ് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് എങ്ങോട്ട് എടുക്കും, ടാക്സി ഒരു വിഹിതം അങ്ങോട്ട് എടുക്കുവേ. എന്നിട്ട് നമ്മളെ അവര് നോക്കിക്കോളും. മക്കള് നോക്കണമെന്നില്ല, മരിക്കുന്നത് വരെ അവരങ്ങ് നോക്കിക്കോളും. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. ആര് നോക്കും, ആര് നോക്കൂന്ന്. ഇവിടെ ഇല്ലല്ലോ അതൊന്നും. പണ്ടേ നാട്ടിൽ വരേണ്ടതാ. അവനവന്റെ സ്വന്തം തന്നെ നോക്കിയിരുന്നാൽ ഒന്നും നടക്കുക. ഇവിടെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് തീർക്കൂലേ. അവർ സെൽഫായിട്ടൊന്നും സമ്പാദിക്കുന്നില്ല. സെൽഫായിട്ട് സമ്പാദിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കാൻ പറ്റും. മക്കളെ ഒരു കര പറ്റിക്കുമ്പോഴത്തേനും കാരണന്മാരുടെ ഇടപാട് തീരുമല്ലേ. കാരണന്മാർ അസുഖാവസ്ഥയിലാവും. എനിക്കുട്ടിയമ്മയ്ക്ക് കഴുകണം ആഗ്രഹമാണ്. കഴുകട്ടെ, ഒത്തിരി നാളായില്ലേ കഴുകിയിട്ട് അല്ലേ? കഴുകണം ആഗ്രഹമാണ്. കഴുകിക്കും, ഒത്തിരി നാളായില്ലേ കഴുകിയിട്ട്. ഇടയ്ക്കും കണ്ട ഒരു ദിവസം പോയി കഴിയതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പറയണ തന്നെ അങ്ങ് പോട്ടെ, തന്നെ ചെയ്യട്ടെ എന്നാ പറയണേ. അല്ലെ പിന്നെ അത് മറന്നു പോകും. അതാ പറഞ്ഞ തന്നെ ചെയ്യാൻ പറ്റുന്നത് തന്നെ ചെയ്യട്ടെ. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അല്ല പിന്നെ അതിൽ നിന്ന് പതുക്കെ പതുക്കെ നടക്കണ കാണുമ്പോ എനിക്കൊരു ഇത് മറ്റേ ഇതല്ലല്ലോ ഈ മേലാഴി വന്നേ പിന്നെ. നമുക്ക് അന്നേരം കിടക്കാൻ പോവാ. വാ കഴുകണ്ടേ? വായും കഴുകണ്ടേ? കഴുകണ്ടേ? എന്നാ കഴുകിക്കോ. ഏറ്റവും ശുചിത്വമുള്ള ആളാണ്. അതിനായിട്ട് പോകണ്ടേ? കൈ പിടിച്ചോളാം. തന്നെ പോകാൻ പേടിയായിട്ടാണോ? തന്നെ പോകാൻ പറ്റിയല്ലാഞ്ഞിട്ടാണോ? തന്നെയാ കഴുകാനോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്റെ കൂടെ വന്ന് കുറച്ചു നേരം ഫ്രണ്ടി വന്നിരുന്നായിരുന്നു. എന്നെ കാണാഞ്ഞിട്ട് തപ്പി വന്നതാ. ഞാൻ അവിടെ ഇരിക്കണുണ്ട്. ഇവിടെ വന്നിരുന്നോളാം ഞാൻ പറഞ്ഞു. അവിടെ വന്നിരുന്നു കുറച്ചു നേരം, അരമണിക്കൂറോളം. ഇനി ഞാൻ കയറി പോന്നപ്പോ കുട്ടിക്കൊണ്ട് പോന്നു. ഞാൻ പോയി കിടക്കാൻ പോകും. വാ കഴുകിയിട്ട് കിടന്നാ പോരെ? വായൊക്കെ കഴുകുക. ഞാനും കോട്ടയത്ത് എനിക്കും കുറച്ച് പണിയൊക്കെ ഉണ്ട്. അവിടെ ചായ ആണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് നീലിക്കുട്ടിയാ. വാ കഴിയില്ലല്ലോ. വാ കഴിയോ? വാ കഴിയില്ല, മുഖാല കഴിയുള്ളൂ. വാ കഴിയോ? ഇല്ലെന്നേ. കുടിക്കാനല്ല പറഞ്ഞ, വാ കഴുകാനാ പറഞ്ഞേ. വാ കഴുകിയില്ല അമ്മ, മുഖം കഴുകിയതേ ഉള്ളൂ. കുടിക്കുന്ന കാര്യത്തിലോട്ട് പോയോ? ഇച്ചിരി മുമ്പ് അതിനകത്ത് കഴിയത്. ഇപ്പൊ കഴിച്ചിട്ട് വന്നാ കഴുകുന്നതല്ലേ. കുടിച്ചു കഴിഞ്ഞാൽ കഴുകണ്ടേ? കുടിച്ചു കഴിഞ്ഞാൽ കഴുകണം. കിടക്കണം. അമ്മയുടെ മുറി ഏതാ? എലിക്കുട്ടിയുടെ മുറി ഏതാ? എലിക്കുട്ടി അമ്മയുടെ മുറി ഏതാ? ഇല്ലേ? ആര് പറഞ്ഞു? എലിക്കുട്ടിയമ്മയ്ക്ക് അത്രേ ഉള്ളോ? എലിക്കുട്ടിയമ്മയ്ക്ക് ഒരു കടപ്പുമുറി ഉണ്ടല്ലോ ഇവിടെ. സ്വന്തമായിട്ടൊരു മുറിയും ഒരു കട്ടിലും ഒരു പെട്ടിയൊക്കെ ഇരിപ്പില്ലേ? അതല്ലേ എലിക്കുട്ടിയമ്മയുടെ മുറി? ഇതാണോ എലിക്കുട്ടിയമ്മയുടെ മുറി? ഇതാണോ എലിക്കുട്ടിയമ്മയുടെ കട്ടില്? ആണോ? ഇതാണോ? എന്നാ അവിടെ? അത് അവിടെ ആ പശുവിൻ്റെ അടുത്തൊക്കെ കണ്ട് പോയതാ ജോമോള്. പശുക്കിടാവേ തൊഴുത്തി കെട്ടിയിട്ടുണ്ടല്ലോ.
അതിനേതാണ്ട് തീറ്റ കൊടുക്കാനായിട്ട് പോയതാണ്. ചുട്ട് അകത്തോട്ട് പോയ എലിക്കുട്ടിയമ്മ വന്ന് പുറത്തേക്ക് വന്ന് വാതിക്കലൊക്കെ വന്ന് നോക്കിയിട്ട് പോയ ശേഷം പിന്നെ പോയി കിടക്കുവാണ് ചെയ്തത്. കിടന്നിട്ട് എലിക്കുട്ടിയമ്മ അതുപോലെ പ്രാർത്ഥനയിലോട്ട് കയറുവാണ് ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനയിലോട്ടാണ് അപ്പം അമ്മ. മറ്റേത് അമ്മ ഇടയ്ക്കെന്നതിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പം ഈ ടൈമിലെ അസുഖം വന്നിട്ട് അമ്മ മൊത്തം പ്രാർത്ഥനയിലാണ്. കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥന, ഇരുന്നുകൊണ്ടുള്ള പ്രാർത്ഥനയും ഒക്കെയാണ്. ഏകദൈവമായി എന്നേക്കും നിത്യം ജീവിച്ചു വാഴുന്ന നിന്റെ തിരുക്കുമാരനാകെ ഈശോമിശിഹായുടെ നാമത്തിൽ ഞങ്ങൾക്ക് പുറത്തു തന്നാളും മാഷർക്ക് നേരെ കൃപേനുഗ്രഹന്നത് ഈശോയുടെ മധുര തിരുവതയമേ ഞങ്ങൾ സാക്ഷാണ് പിന്നെ അങ്ങേ ആരാധിച്ച് വണങ്ങുന്നു. അങ്ങനെ ഇതേവരെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനോഗുണങ്ങൾ ഓരോന്നിനെക്കുറിച്ച് പൂർണ്ണെടുത്തത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾക്ക് സഹായിക്കാനും ഞങ്ങളുടെ ആപത്തണർത്തി ഞങ്ങൾ സംരക്ഷിപ്പിക്കാനും സാലയും കരുതീകരിച്ചമായി ഈശോയുടെ ദയമേ ഞങ്ങളുടെ കുഴയും അറിയത്തിൻ്റെ ഒരു ഹൃദയമേ. ഈ ആദ്യത്തെ ഇപ്പോൾ ചെല്ലിയ പ്രാർത്ഥന ഒന്നും നേരത്തെ ചെല്ലിയില്ലായിരുന്നു. ഈ ലുത്തിനിയെ മാത്രമേ അമ്മ ചെല്ലുമായിരുന്നുള്ളൂ. ഇപ്പം ചെല്ലുന്ന ലുത്തിനിയെ മാത്രമേ അമ്മ ചെല്ലുമായിരുന്നുള്ളൂ. അതൊക്കെ ഓർത്ത് ചെല്ലുന്നുണ്ട്. കഴിഞ്ഞു വന്നു ചെല്ലി കഴിഞ്ഞു വന്നു ഇല്ലേ? ഉണ്ടോ? അപ്പോൾ എലിക്കുട്ടിയമ്മ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് ഞാൻ തൊഴുത്തിൽ പോയി പശുവിന് തീറ്റ കൊടുക്കാൻ കൊണ്ടുകൊണ്ട് ഏറ്റ് പ്രാർത്ഥന നിർത്തിയിട്ട് ജില്ല ഒന്ന് നോക്കിയിട്ട് എല്ലാം പറക്കി വെക്കുന്ന ഭാഗമാണേ. ഗ്യാസും പിടിച്ച് കിടന്ന ഈ പ്രാർത്ഥന എല്ലാം ചൊല്ലിയിട്ടാണ് ഗ്യാസ് കയറുന്നത്. ആരാ പശുക്കിടാവ് തൊഴുത്തിൽ നിന്ന് തിന്നുന്ന തിരിഞ്ഞ് നൈറ്റി ഉണ്ടോ? നൈറ്റി ചുരുണ്ട് കൂടുന്നുണ്ടോ? നൈറ്റ് വിരിച്ചിട്. വിരിച്ചിട്, ചുരുണ്ട് കൂടുന്നു. എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ മേലാതിരിക്കുന്നത് ആണോ? എന്നിട്ട് തിരി നടക്കാൻ മേല അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ മേലാതിരിക്കുമല്ലായിരുന്നോ? അപ്പം സഹോദരങ്ങളുടെ എലിക്കുട്ടിയമ്മ ഉച്ചകഴിഞ്ഞ് ചായ കുടിച്ചു കഴിഞ്ഞുള്ള പ്രാർത്ഥനായജ്ഞമൊക്കെ കഴിഞ്ഞിട്ട്, ശക്തമായ ഒരു പ്രാർത്ഥനായജ്ഞം കഴിഞ്ഞിട്ട് എലിക്കുട്ടിയമ്മ കിടക്കുവാണ്, ക്ഷീണിച്ച് കിടക്കുവാണ്. ഇനി എപ്പോഴത്തേനാണ് അടുത്ത പ്രാർത്ഥനായജ്ഞം എന്നറിയത്തില്ല. പ്രാർത്ഥന ചെല്ലിച്ചൊക്കെ കഴിഞ്ഞ് കിടക്കുവാന്ന് പറയുമോ ഇത്? അപ്പം ഇനി അടുത്ത പ്രാർത്ഥനായജ്ഞം എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയത്തില്ല. ഇനി സന്ധ്യാപ്രാർത്ഥനയോട് കൂടിയാണോ അത് കഴിഞ്ഞ് വൈകിട്ടാണോ? അമ്മ പ്രാർത്ഥന ചെല്ലിയ കാര്യം പറയുകയോ ചെയ്തേ അമ്മയുടെ മക്കളോടെ. മനസ്സിലാവുന്നില്ല. അമ്മയെ ഇവിടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നില്ലേ മുമ്പേ, കുറച്ച് മുമ്പ്? കാര്യം പറയുകയോ ചെയ്തേ? അന്നത്തെ കാര്യം പറയുകയോ ചെയ്തേ. പ്രാർത്ഥന കഴിഞ്ഞ് അമ്മ കിടക്കുമായിരുന്നെന്ന്. ഞങ്ങളൊക്കെ ഇരിക്കുമായിരുന്നു, അമ്മ കിടക്കുമായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അമ്മ കിടന്നു, ഞങ്ങളിരുന്നു. ഇനിയിപ്പോൾ സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാവുക. ഇപ്പം അന്നേരപ്പല്ലേ പ്രാർത്ഥന ഇല്ലെന്നുള്ളൂ. അത് വിവാനല്ലേ കൂടി നടക്കണതാ. വിവാനേ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണതാ. ആരെ? അത് വിവാനാന്നേ. വിവാൻ അതിൽ നടക്കണ. അത് കോളേജിൽ നിന്ന് വന്നല്ലോ. അവനെ എവിടെ ഉള്ളൂ. ഇപ്പം അമ്മേനെ നോക്കാൻ അവനെ എവിടെ ഉള്ളൂ, വേറെ ആരും ഇല്ല. അവള് പഠിക്കാൻ ഹോസ്റ്റലല്ലേ? അവള് പഠിക്കുന്നിടത്തല്ലേ, അവിടെ നിന്ന് പഠിക്കുമല്ലേ? അവള് പഠിക്കുന്നിടത്തെ നിന്ന് പഠിക്കുമല്ലേ? നിന്ന് പഠിക്കുമല്ലേ കോളേജിലേ? അവിടെ നിന്ന് പഠിക്കുമല്ലേ? ഹോസ്റ്റലിൽ നിൽക്കുമല്ലേ? മനസ്സിലായോ? അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴേ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴേ അമ്മ ഒരു സ്ഥലമായിട്ട് ചാടി എണീറ്റു. ഇതിലാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇറങ്ങുന്നുണ്ടോ? അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ടോന്ന്? ഇറങ്ങി വരുന്നുണ്ടോന്ന് എലിക്കുട്ടിയമ്മ. എലിക്കുട്ടിയമ്മ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോന്ന്? എലിക്കുട്ടിയമ്മ ഇറങ്ങി വരുന്നുണ്ടോന്നാ ചോദിച്ചേ. പ്രാർത്ഥിക്കുമ്പോ കാര്യമല്ലേ ഇപ്പൊ ഇറങ്ങി വരുന്നുണ്ടോന്ന് ചോദിച്ചേ. കൊതുകിന്റെ മരുന്ന് കുത്താതിരിക്കാനുള്ള ലോഷനാ. സന്ധ്യ കഴിയുമ്പോ അവിടെ ഇരിക്കുമ്പോ കൊതു കുത്തും, അതുകൊണ്ടൊന്ന് തൂത്തതാ.
മുറിക്കകത്തിന് ഫാനിന്റെ അടിയിൽ ഇരുന്നാ വലിയ കുഴപ്പമില്ല. അല്ലെ ഫാനില്ലാതെ പുറത്തു പോയി ഇരുന്ന് കഴിഞ്ഞാലേ കൊതു കുത്തും. അതുകൊണ്ട് ഇച്ചിരി കയ്യാലൊന്ന് തൂത്തോണ്ട് പോയതാ. അത് ഒത്തിരി വെള്ളം കൂട്ടി കൂപ്പണ ഇച്ചിരി ഞാൻ തൂത്തോളൂ. തൂത്താ അപ്പൊ അത് നല്ല കൂടുതൽ കിട്ടും. കൂടുതൽ ഏരിയ കിട്ടും. 8 മണിക്കൂറോളം നിൽക്കും കേട്ടാ. കൂടുതൽ ഏരിയ കിട്ടുന്ന സാധനം അത്. ഓസ്ട്രേലിയൻ പ്രൊഡക്റ്റ് കേട്ടോ, അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനം. സാറേ ഞങ്ങൾ അവിടെ ഈ തൊഴുത്തിലെ പശു ഉണ്ടായിരുന്ന സമയത്തെല്ലാം ഞങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു രക്ഷയില്ലായിരുന്നു. അല്ല ഞങ്ങൾ ഇരുത്തിക്കല്ലേ. ഏതാ ഇപ്പോൾ കൊതുകിൻ്റെ മരുന്ന് അവിടുന്ന് ചേട്ടായിയൊക്കെ അവിടെ നിന്ന് കൊടുത്തു വിടുന്നതായിരുന്നു ആ ലോഷൻ. അത് നല്ല സാധനമാണ്. അത് വെച്ച് ഞങ്ങൾ തൊഴുത്തിലൊക്കെ പോയിരിക്കുമ്പോഴും മൊത്തം തൂത്തോണ്ടാണ് പോയിരുന്നുകൊണ്ടിരുന്നത്. എന്നാ വിരിച്ച് കിടക്കണായിരിക്കും പറഞ്ഞേ. അമ്മ കയറി അറിയിച്ചില്ലേ? ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ. അമ്മ വരുന്നുണ്ടോന്നാ? ആ അമ്മയാ. അമ്മ ഇന്ന് വരുമൊന്നുമില്ല, സന്ധ്യയായി കേട്ടോ. എലിക്കുട്ടിയമ്മയുടെ 3ാം ട്രിപ്പ് പ്രാർത്ഥന കഴിഞ്ഞോ? അയ്യോ എന്ത് പ്രാർത്ഥനയാ, തൊണ്ടയൊക്കെ പോയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പ്രാർത്ഥന എല്ലാം കൂടിയില്ലല്ലോ. ഇല്ല, അമ്മ വരുന്നിട്ടേ കഴിക്കുള്ളൂ. ഏറ്റുവാ വാ കഞ്ഞി കുടിക്കാം. സാറില്ലെന്നേ, മേലാഴിയൊക്കെ പൊക്കോളും. കഞ്ഞി കുടി കഴിയുമ്പോ മേലാഴി പൊക്കോളും. ഞാൻ പിടിക്കാം. പിന്നെ ഈ ഒച്ചയെടുത്ത് ഉറക്കം വന്ന് ഈ പ്രാർത്ഥന എന്തിനാണ് ഇത് മാത്രം ചെല്ലുന്നത്? എന്നാ ഒച്ചത്തില്ലേ ചെല്ലുന്നേ? ശബ്ദം ശ്വാസം പിടിച്ചില്ലേ ചെല്ലുന്നേ? അമ്മയ്ക്ക് പറ്റുന്ന പ്രാർത്ഥന ചെല്ലിയാ പോരെ. ഇപ്പം വയ്യാതെ ഇരിക്കുവല്ലേ. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെല്ലിയാ പോരെ. ചൊറേച്ച ചെല്ലിയാ പോരെ. ഇത് മൊത്തം ചെല്ലിച്ചല്ലേ. എന്നാ ഇതിലാ ശ്വാസം പിടിച്ചാ ചെല്ലുന്നേ? വേറൊരു കാര്യത്തിനും പോകാൻ പറ്റത്തില്ല. അത് ശരിയാ, പള്ളിയിലൊന്നും പോകാൻ പറ്റത്തില്ല. അത് ശരിയാ. പക്ഷെ അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, അപ്പം കുറച്ച് ചെല്ലിയാ മതി. ഈശോ എല്ലാം കാണുന്നുണ്ടല്ലോ. അറിയാവല്ലോ. അത് പിന്നെ അമ്മയ്ക്ക് അറിയാവല്ലോ. അങ്ങനെ പിന്നെ അമ്മ എന്തിനാ ഇവിടെ കിടന്ന് ശ്വാസം പിടിച്ച് ചൊല്ലുന്നേ? എന്നാ ഈ ചെരുപ്പൊക്കെ ഇട്ടോ, എന്നിട്ട് വന്നാ മതി. അല്ലെ കാലൊക്കെ വല്ലോടത്തും തട്ടും കേട്ടോ. ഇട്ടിട്ട് വാ. ഞാൻ എന്നാ കഞ്ഞി എടുത്ത് വെക്കട്ടെ. വേണമെന്നില്ലെന്നല്ലേ ഉള്ളൂ. ഇച്ചിരി കഴിച്ചോ. ആ എല്ലാത്തിനകത്ത് കൈയിട്ട് വാരിക്കൊണ്ട് നടക്കുവാ. കഞ്ഞി കുടിക്കാൻ പോകാം. വാ ഏറ്റ് പറയാനാ. കഞ്ഞി കുടിക്കാൻ അമ്മയ്ക്ക് ഞാൻ കഞ്ഞി എടുത്ത് വെക്കട്ടെ. ആ എന്നാ ചെരുപ്പിട്. അല്ലെ കാലെവിടെ ചെന്ന് തട്ടു. ഉരുണ്ടുരുണ്ട് ആ നൈറ്റി മുഴുവൻ കാലയിലോട്ട് ചുറ്റിക്കൂടും. ആ നൈറ്റിയും എടുത്ത് വിടുക. എന്നാലേ ഉള്ളത്. ഒരു അസ്വസ്ഥതയില്ല. അമ്മ ഒന്നും കഴിക്കുന്ന സമയമല്ലേ? വാ, തുണി വിട്ടുപോകുന്നല്ല, അത് ഉടക്കിയിരിക്കുവന്നേ. പുത്തനത് പഴക്കമൊന്നും ചെന്നൊന്നുമല്ല, അത് ഉടക്കിയിരിക്കുമല്ലേ. അതാ ഈ ചുരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടുരുണ്ട് കിടക്കുന്നുണ്ടാ നൈറ്റ് കയറി കാലയിലോട്ട് ചുറ്റുവാണ്. ചീറ്റിയല്ലേ കഞ്ഞി കുടിക്കേ. ഭയങ്കര പ്രാർത്ഥനയിൽ ചെലി. വാ ഏറ്റ് വാ. എന്നും കഞ്ഞി കുടിക്കുന്ന കണ്ട് എല്ലാവരും മടുത്ത്. വാ. അമ്മയുടെ കഞ്ഞികുടിയും പലുതേപ്പും കണ്ട് മടുത്തെന്നാ പറഞ്ഞു. അയ്യോ ഈ സമയത്ത് അമ്മ കുടിക്കുന്നെന്നും. പ്രാർത്ഥന കഴിഞ്ഞല്ലേ? പാടൊന്നുമില്ല. പ്രാർത്ഥന കഴിഞ്ഞല്ലേ എന്നും കുടിക്കുന്നേ? ആര് പറഞ്ഞു? എലിക്കുട്ടമ്മ എന്ന് ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞല്ലേ കുടിക്കുന്നേ? എന്നാ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്, അടുക്കളയിലുണ്ട്, വിവാൻ മുറിയിലുണ്ട്, ഒരുവിടെ ഉണ്ട്. ഇവിടെ ആളുണ്ടല്ലോ. ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ? ഞാൻ അവിടെ ഉണ്ടെന്ന് ഞാൻ നിൽക്കുന്ന കണ്ടില്ലേ? കഞ്ഞി കുടിക്കാൻ കൈ കഴുകാം. ബാ. അപ്പൊ കഴുകാറായി. ബാ, കണ്ട് എടുത്തു വെച്ചു. കഴിക്കട്ടെ. വാ, എന്നിട്ട് കഴിക്കേ. കഴിക്കട്ടെ, വന്ന് കഴിക്കാനേ. കഞ്ഞി കുടിക്കണ്ടേ? ആടെ വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റി. അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ? അതെ അതെ, എലിക്കുട്ടിയമ്മയ്ക്ക് എടുത്ത് വെച്ചേക്കടാ. അതെ അതെ, പെട്ടെന്ന് കഴിച്ചോ. അല്ല വേറെ വല്ലവരും എടുത്ത് കഴിക്കും. വിശന്നിരിക്കുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഭക്ഷണം കിട്ടാതിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ എടുത്ത് കഴിക്കും. പെട്ടെന്ന് എടുത്ത് കഴിച്ചോ. ഒന്ന് കഴിയിട്ട് പോര് കേട്ടോ. അതിനാ കഴിക്കുന്നതന്നെ കുഴപ്പം. ആരോടും ചോദിക്കാനില്ല. കഴിയിട്ട് ഒന്ന് കഴിച്ചാൽ മതി.
വെച്ചിരിക്കുന്ന കഞ്ഞി എടുത്ത് കുടിക്കാനാണോ? അമ്മയ്ക്ക് വെച്ചിരിക്കുന്നതാ. ആണോ? ആ എടുത്തോട്ടെ. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ, ആ നിൽക്കുന്ന മനുഷ്യന് കേട്ടതാണല്ലോ. ആ മനുഷ്യൻ പറഞ്ഞില്ലേ? അറിയത്തില്ല. ആ മനുഷ്യൻ പറഞ്ഞായിരുന്നല്ലോ. ഞാൻ പറഞ്ഞാൽ മാത്രമേ അമ്മ വിശ്വസിക്കൂലോ. ആണോ? അന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോയി കഴിച്ചോ, പോയി കഴിച്ചോ. ഞാനും വരുവാ. അമ്മ കഴിച്ചോ, ഞാൻ വെള്ളം എടുത്തോണ്ട് വരട്ടെ. കൈ കഴുകട്ടെ? ഞാൻ പിടിക്കാം, വാ. വേണ്ട. അമ്മ ഇച്ചിരി ഓക്കെ ആയി വരുന്നതിന്റെ ലക്ഷണമായിരുന്നു. ഞാനേ വേറെ ആൾക്കാരുണ്ടാവും. വേറെ ആൾക്കാരുണ്ട് പിടിക്കാനുണ്ട്. ആണോ? ഞാൻ പിടിച്ചാൽ ശരിയായില്ലേ? എന്നാ കൈ കഴുകണ്ടേ? എന്നാ കൈ കഴിക്കാൻ ആളെ കൂട്ടിക്കൊണ്ട് വാ. കൈ കഴിച്ചു തരാം. വാ, കൈ കഴുകിയിട്ട് പോകാം. വാ, ഞാൻ വിളിച്ച വരുമോ നോക്കട്ടെ. വാ. അമ്മ ഓക്കെ ആയി തുടങ്ങിയതിന്റെ ലക്ഷണമാണ്, ഓടിക്കാൻ തുടങ്ങി. അല്ലേ അമ്മേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇതാ കൈ കഴുകുന്ന സ്ഥലം. വെള്ളത്തിന് തീർത്തതാ. ഞാൻ വെള്ളം കൊണ്ടുവരാം കേട്ടോ. നമുക്ക് കഴിച്ചു. തൂത്തോ. കുട്ടിയമ്മയുടെ കാര്യം പറഞ്ഞ ജോമോനെ ഇനി എന്തെങ്കിലും വഴക്ക് പറയാനുണ്ടോ? ഇല്ലേ? ഇച്ചിരി കൊടുക്കണമായിരുന്നു. എന്നാലും ഒന്ന് കൊടുത്തേര്. ആഹാ, ഇപ്പൊ അങ്ങനെയായോ? കഴിക്ക്. വേണ്ടല്ലേ? എന്നാന്ന് പറഞ്ഞാൽ അതല്ലേ ഉള്ളൂ അല്ലേ? അങ്ങനെയാണോ? അങ്ങോട്ട് കിടക്കണ്ട, ഇങ്ങോട്ട് പോര്. അങ്ങോട്ട് പ്രവേശനം ഇല്ല, അടച്ചിട്ടിരിക്കുന്നു. അടച്ചിട്ടിരിക്കുക. അങ്ങോട്ട് പ്രവേശനം ഇല്ല. ഇപ്പം പേലിക്കുട്ടിയമ്മ അങ്ങോട്ട് പോക്കുമില്ല. നേരത്തെ ആയിരുന്നു വലിക്കുട്ടിയമ്മ പോയി നോക്കിക്കൊണ്ടിരുന്ന. ഇപ്പം നോട്ടവും ഇല്ല, പോയി ഇരുന്ന് നോട്ടവും ഇല്ല. അവിടെ ഇരുന്ന് കഴിക്കേ. ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരട്ടെ. ഇരിക്കണേ. ഇനിയിപ്പോ വന്ന് പറഞ്ഞില്ലെന്ന് പറയരുതേ. ഇവിടെ ഇരിക്കേ. വിട്ടുവിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ തെരുതെരി ഇരിക്കിരിക്കുന്നു പറഞ്ഞത്. അപ്പുറത്തോട്ട് പോയിരിക്കും. നമുക്ക് മാറി മാറി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളിത് റിപ്പീറ്റേഷനായിട്ട് തോന്നരുത്. അസ്വസ്ഥതകൾ ഉള്ളതുകൊണ്ട് അമ്മയ്ക്കെല്ലാം അങ്ങോട്ട് ഡൈവേഷനുണ്ട്. അതുകൊണ്ട് അമ്മ അവിടെ പോയിരിക്കാതെ ഇവിടെ പോയിരിക്കും. അതിനാ മീനാണോ? ആ, മീൻ ഇഷ്ടമല്ലേ? മീൻ ഇഷ്ടമല്ലേ? അത് ചിരി കണ്ടില്ലേ? മീൻ ഇഷ്ടമല്ലെങ്കിൽ അമ്മ ചിരിക്കുമോ? അല്ലേ? എന്നാ പ്രാർത്ഥനയായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശ്വാസം മുട്ടും. കഴിച്ചോ? കഴിക്കേ. നീ എന്നെ ആലോചിച്ചിരിക്കുന്ന കഴിച്ചോ? ഇത്തിരിയോടെ അങ്ങ് അടുപ്പിച്ചു പോയി. ഇത്തിരിയോടെ കസേര അടുപ്പിച്ചതാ. അതെ, അമ്മ എത്തി വലിഞ്ഞുകൊണ്ട് ഞാൻ കസേര ഇച്ചിരി അടുപ്പിച്ചിട്ടതാ കേട്ടോ. ആ, മനുഷ്യർ കഴിക്കാനാണ് ഉണ്ടാക്കി വെച്ചേക്കണേ. അല്ല പിന്നെ ആരും കഴിക്കാനായിട്ടാ? മനുഷ്യത്തിയല്ലേ ഇരുന്ന് കഴിക്കുന്നത്, മനുഷ്യരല്ലേ കഴിക്കുന്നത്. ഞാൻ കസേരയും അടുപ്പിച്ചായിരുന്നു. അപ്പം എന്നോട് ഉറപ്പുണ്ടാക്കി. ടിവി കാണണോ? ടിവി കാണണ്ട ഇരിക്കട്ടെ. അമ്മയ്ക്ക് ചോറ് കഴിക്കുമ്പോഴത്തേക്ക് ടിവി കാണുന്ന ഇഷ്ടമാണ്. പിന്നെ വേണ്ടെന്നൊക്കെ പറയും. ടിവി ആരാ വെച്ച? ഞാൻ ആരോടാ ചോദിക്കും? അമ്മയോട്. ചോദിക്കാം. വേണ്ടവർ വെച്ചും കണ്ടാ പോരെ അല്ലേ? അങ്ങനെയല്ലേ? വേണ്ടാത്തതൊക്കെ ചെയ്യണ്ടോ? നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. വേണ്ടത് ചെയ്തോണം. വെറുതെ എലിക്കുട്ടിയമ്മയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. എലിക്കുട്ടിയമ്മയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അതൊന്നുമില്ല. അതുകൊണ്ടാണ്. അമ്മയുണ്ടെന്നേ. അമ്മ നേരിന്ന് കഞ്ഞി കുടിക്കുന്നു. ഇവിടെ കിടപ്പുണ്ടോ? ഇതാന്നേ. ഇവിടെ കിടപ്പുണ്ടായിരുന്നോ? കിടപ്പുണ്ടായിരുന്നോ? കിടന്ന് പ്രാർത്ഥനയിലുമായിരുന്നു. ഇവിടെ കിടന്ന് ഭയങ്കര പ്രാർത്ഥനയിലേച്ചായിരുന്നു. ടി വി വരുന്നില്ലേ? അമ്മയ്ക്ക് ഇച്ചിരി നേരം വെച്ചുകൂടി കാണണ്ടേ? ടി വി വരുന്നുണ്ട്. നിങ്ങളിരുന്ന് കണ്ടോ. എൻ്റെ കമൻറ്റുകളൊന്നും കേൾപ്പിക്കുന്നില്ല. അതൊക്കെ അവിടെ വെക്ക്. അമ്മ ഇപ്പം കഴിക്ക്. അവസാനമല്ലേ നമ്മളതെല്ലാം പറക്കുന്നത്.
എല്ലാം നിലോട്ട് പറ്റിയിരിക്കും. അത് സാരി അത് തുടയ്ക്കും. ആ കഴിക്കായിരുന്നോണ്ടേ.